അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിലുള്ള കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയേക്കാണ് കേട്ടോ. നല്ല പച്ച കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പിടി ചക്കക്കുരും കൂടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കിടിലിനൊരു കറി വെക്കാന്ന് കരുതിട്ടോ. അങ്ങനെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ചതച്ചെടുക്കുക. ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചെമ്മീനൊക്കെ. അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കല്ലുപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ മല്ലിപ്പൊടി ഒട്ടും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ചക്കക്കുരൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ. ആ തേങ്ങയുടെ പാല് നല്ലപോലെ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് വിറകടുപ്പിലാണ് നമ്മുടെ മീൻകറി വെക്കുന്നത്. അത് അവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പേരിക്കുള്ള ഐറ്റം തയ്യാറാക്കാം. അപ്പം ഇന്ന് ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അങ്ങനെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വറ്റൽമുളക് ചതച്ചതും കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി മൂടി വെച്ചാൽ നമ്മുടെ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചാളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല കിടിലൻ ചാളയായിരുന്നേ. അതൊരു മുളക് ചാറ് വെക്കാൻ വേണ്ടി മസാലപ്പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചതച്ചതും സവാളയും തക്കാളിയും കറിവേപ്പും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് കുടപ്പുളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മി കൂട്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ചാള കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനും ചക്കക്കുരും ഇതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ചക്കക്കുരൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുടപ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെയ്യൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ ഉള്ളി വറവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെമ്മീനും ചക്കക്കുരും കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ചാള മുളകിട്ടതും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും ചെമ്മീനും ചക്കക്കുരും പൊടി പൊടിക്കാൻ പപ്പടം കുറച്ച് ബലഞ്ഞീനും കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് കുശാലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊരു പിടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.